ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനിയ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ വൺ ഡേ ട്രിപ്പിനായിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ സ്വിൻഡൻ്റെ അടുത്ത് തന്നെ കാണാൻ ഭംഗിയുള്ളൊരു കൊച്ചു ഗ്രാമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, കോസ്റ്റ് വേൾഡ്സ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ബർട്ടൺ ഓൺ ദ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇവിടെ എന്താ കാണാനുള്ളതെന്ന് വെച്ചാൽ ആ വില്ലേജ് തന്നെയാണ് കാണാനുള്ളത്. കാണാൻ ഭംഗിയുള്ളൊരു വില്ലേജ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴയ വീടുകൾ, ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള വീടുകൾ, അതുപോലെ തന്നെ ഒരു മിനി വില്ലേജ്. ഞാൻ ഉദ്ദേശിച്ചത് മിനിയേച്ചർ വില്ലേജ്. അതായത് ഈ വില്ലേജിൻ്റെ തന്നെ ഒരു പ്രതിരൂപം, ചെറിയ കുഞ്ഞു വീടുകളൊക്കെ ആയിട്ട് ഇവർ ഇതിനകത്ത് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കയറിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. അപ്പോൾ വില്ലേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അരുവി പുഴ എന്ന് പറയാനായിട്ടുള്ള ആഴം അതിനില്ല. ചെറിയൊരു നമ്മുടെ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിൻ്റെ ഒരു കണങ്കാല് വരെ എന്ന് വേണമെങ്കിൽ പറയാം, അത്രമാത്രം കുറച്ച് വെള്ളമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. Chocoholic heaven. Wow. My wife says it's the best chocolate ice cream she's ever tasted. Mint choc chip, black currant cottage cream is a local black currant. We pick it from the field. It's got alcohol in it. And if you want something fun, which has got extra raisins and rum in it. But you've got to be over 21, so the ladies will need some ID. The gents, you're easy, you're in. Chocolate and strawberry. Strawberry? Yeah, chocolate and strawberry, please. അപ്പോൾ വില്ലേജ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ നടന്ന് വന്ന വഴിയിൽ ഒരു അപ്പച്ചൻ നിന്ന് ഐസ്ക്രീം വിൽക്കുന്നത് കണ്ടിട്ടോ. പുള്ളിയുടെ ഹാൻഡ് മെയ്ഡ് ഐസ്ക്രീം, ഹോം മെയ്ഡ് ഐസ്ക്രീം എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഐസ്ക്രീം ഓരോന്ന് വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ഐസ്ക്രീം വാങ്ങുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഐസ്ക്രീമിന് സാധാരണ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ടബ് ഐസ്ക്രീം വാങ്ങുന്ന സെയിം വിലയാകും, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വിലയാകും. പക്ഷേ ഇവർ പൊതുവെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഇങ്ങനെ ലോക്കൽസിൻ്റെ കയ്യിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിക്കാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ലോക്കൽ ഫാമിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്ന ഐസ്ക്രീമുകളെക്കാളും ടേസ്റ്റുള്ള സാധനങ്ങളായിരിക്കും ഇങ്ങനെ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിൽ ലോക്കൽസ് നിന്ന് വിൽക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ബാക്ക് ടു അവർ സ്റ്റോറി, ബർട്ടൺ ഓൺ ദ വാട്ടർ. ഇവിടെയുള്ള വീടുകളും അതുപോലെ തന്നെ ബിൽഡിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1920-കളിൽ 30-കളിൽ അങ്ങനെ ഒരുപാട് പഴക്കം, 1800-കളിൽ അങ്ങനെയൊക്കെ ഒരുപാട് പഴക്കത്തിൽ ഉണ്ടാക്കിയേക്കുന്ന ബിൽഡിങ്ങുകളാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഇവിടുത്തെ വീടുകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. അപ്പം ഇവിടെ നിന്ന് ഈ ഒരു ഏരിയ കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ പുതിയ ബിൽഡിങ്സ് വരുന്നത് ഞാൻ കണ്ടു. അതുപോലും ഈ ഒരു പഴയ ബിൽഡിങ്ങുകളുമായിട്ട് കോമ്പാക്ട് ചെയ്യാൻ പാകത്തിന് അതേ രീതിയിൽ തന്നെ നിർമ്മിച്ചേക്കുന്ന പുതിയ ബിൽഡിംഗ്. അതായത് ഈ വില്ലേജിൻ്റെ ഒരു ഗ്രാമീണ ഭംഗി കളയാതിരിക്കാൻ പാകത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ളത് മുഴുവൻ. കഴിഞ്ഞ 8 വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പ്രിംഗ് ആണ് ഈ വർഷം കിട്ടിയതെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. അതായത് നല്ല വെയിലുള്ള സ്പ്രിംഗ് ദിവസങ്ങൾ. ഇവിടെയുള്ള എല്ലാവരും അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ചുറ്റും നോക്കിയാൽ കാണാം ആൾക്കാരൊക്കെ ഈ ഒരു പ്ലസന്റ് ആയിട്ടുള്ള വെതറിനെ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നല്ല വെതറൊക്കെ വന്നേയും മാക്സിമം ആളുകൾ വീട്ടിലിരിക്കാതിരിക്കാൻ ശ്രമിക്കും. എല്ലാവരും പുറത്തൂടെ ഇറങ്ങി നടക്കും, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കാണും. ഫാമിലിയായിട്ട് പുറത്ത് പോകാനുള്ളൊരു ഫാമിലിയായിട്ട് പുറത്ത് പോകും, കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാനുള്ളവർ അങ്ങനെ പോകും, പട്ടികളായിട്ട് പോകാനുള്ളവർ അങ്ങനെ പോകും, പിന്നുള്ളൊരു ബുക്സ് ഒക്കെ ആയിട്ട് ഇറങ്ങും. പിന്നെ വെയിൽ കാണാത്തൊരു വെയിൽ കാണുമ്പോൾ ഉള്ള ഒരു ആർത്തിയുടെ ഭാഗമായിട്ട് ഇവിടെയുള്ള ചേട്ടന്മാര് പകുതി പേര് ഷർട്ടൊക്കെ ഇടാതെ ആയിരിക്കും നടക്കുന്നത്. മദാമ്മ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ഉടുപ്പുകൾ, കളർഫുൾ ആയിട്ടുള്ള ഉടുപ്പുകൾ, കാലൊക്കെ കാണിക്കുന്ന ഒരു സമയമാണ് അവർ പറയുന്നത്. അപ്പോൾ കാലൊക്കെ കാണിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്ന ആളുകളാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നോ വൺ മൈൻഡ്സ് അതേഴ്സ് ബിസിനസ്. ഒരു കണക്കിന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് തന്നെയല്ലേ വേണ്ടത്. നമ്മളെല്ലാവരും ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പടകൂടുന്നു. എന്തിന്? നമുക്ക് ബർട്ടൺ ഓൺ ദ വാട്ടറിലേക്ക് തന്നെ തിരിച്ചു പോകാം. അവിടെ ഇങ്ങനെ മ്യൂസിയവും മിനിയേച്ചർ വില്ലേജും അങ്ങനെ കാണാനായിട്ട് പല സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരിടത്തും കയറിയില്ല, കാരണം ടിക്കറ്റ് എടുത്ത് കയറേണ്ട സ്ഥലങ്ങളൊന്നും തോന്നിയില്ല. മിനിയേച്ചർ വില്ലേജ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ കുട്ടികൾക്ക് പറ്റിയൊരു സ്ഥലം. പിന്നെ മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് എൻ്റെ ഒരു ടേസ്റ്റ് അല്ല മ്യൂസിയം. അപ്പോൾ അങ്ങനെയുള്ള ടിക്കറ്റ് എടുത്ത് കയറേണ്ട സ്ഥലങ്ങളിലൊന്നും കയറാതെ നമ്മൾ ആ വില്ലേജ് ഇങ്ങനെ നടന്ന് ആസ്വദിച്ചു, 1-2 ഐസ്ക്രീം ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം വേറൊരു പ്ലാനും കൂടെ ഉണ്ട്. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒറ്റയടിക്ക് ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ കാണുന്നവർക്കും അത് ബോറാവില്ലേ. നമ്മളിവിടെ വന്നിട്ട് ഒരു 1-2 മണിക്കൂർ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. ഒന്ന് ഫുൾ റൗണ്ട് ഇങ്ങോട്ടും അങ്ങോട്ടും നടന്നു, പിന്നെ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ എന്തേണ്ടേ ഇവരൊക്കെ കാലിട്ടിരിക്കുന്ന പോലെ ആ വെള്ളത്തിൽ കുറച്ച് നേരം കാലിട്ടിരുന്നു. പിള്ളേരൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ. അതാ കൊച്ചൊക്കെ നിൽക്കുന്ന കണ്ടറിയാം. അത്ര ആഴമുള്ളൂ വെള്ളത്തിന്, പക്ഷെ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു. ഇവരെങ്ങനെ ഈ വെള്ളത്തിൽ കാലിട്ടിരിക്കണു എന്നുള്ള കാര്യം ഞാൻ കുറച്ച് നേരം ആലോചിച്ചായിരുന്നു. അപ്പോൾ
എനിവേ അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. കാരണം എനിക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ തോന്നിയെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ വന്ന് ഇവിടെ ഇരിക്കണം. ഇതുപോലെ നല്ല വെയിലുള്ളൊരു ദിവസം വെയിലുള്ളൊരു കോർണർ നോക്കി രാവിലെ തൊട്ടൊരു ബുക്കൊക്കെ ആയിട്ട് വന്നിട്ട് വൈകുന്നേരം വരെ ഇരിക്കണം, ബുക്ക് വായിക്കണം, ആളുകളെ കാണണം, എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് നോക്കണം, എല്ലാവരുടെയും ഉടുപ്പൊക്കെ കാണണം. അങ്ങനെ നമ്മുടെ നാട്ടിലെ കുറച്ച് ചിന്താഗതിയും ഇവിടുത്തെ കുറച്ച് ചിന്താഗതിയും എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്ക് വന്നത്. ക്ലോസ് ടു ദ നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഇവിടെ ലണ്ടനിലോ UK എവിടെയെങ്കിലുമൊക്കെ ഉള്ളൊരു വൺ ഡേ ട്രിപ്പിന് വേണ്ടി പീസ്ഫുൾ ആയിട്ടുള്ളൊരു വൺ ഡേ ട്രിപ്പിന് വേണ്ടിയിട്ട് പോകാൻ ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പറ്റിയൊരു ബെസ്റ്റ് സ്ഥലമാണ് ഇത്. വെൽ വർത്ത് വിസിറ്റിംഗ് ദിസ് പ്ലേസ്. ഞാൻ റിയലി റെക്കമെൻഡ് ചെയ്യും കേട്ടോ. എനിക്കിഷ്ടമായതുകൊണ്ടാണ്. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. ഫോട്ടോജനിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫോട്ടോസ് എടുക്കാനായിട്ടും നല്ല ന്യൂക്ക് ആൻഡ് കോർണേഴ്സ് എല്ലായിടവും നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ പിക്നിക്കായിട്ട് എന്തെങ്കിലും വന്നെന്നുണ്ടെങ്കിൽ അതിനും ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഫുഡോ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഒരു ബെഡ്ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വിരിച്ചെങ്കിലും മൂലയ്ക്ക് ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്യാതറിങ്ങോ അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ ഗ്യാതറിങ്ങിനോ അങ്ങനെയൊക്കെ വന്നിരിക്കാൻ പറ്റിയത് അതിനും ഒരു ബെസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടവർക്ക് വാങ്ങിച്ചുകൊണ്ട് പോകും. എല്ലാം ലോക്കലായിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ പൊതുവേ കമ്പാരിറ്റീവ്ലി സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എക്സ്പെൻസീവ് ആണ്. ഞാനും കുറച്ച് നേരം വെള്ളത്തിൽ കാലൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നാലും തണുപ്പിനെ വകവയ്ക്കാതെ ഞാൻ കുറച്ച് നേരം കാലൊക്കെ ഇട്ടാട്ടിയിരുന്നായിരുന്നു. എല്ലാവരും വെള്ളത്തിൽ കാലൊക്കെ ഇട്ടിരിക്കുന്ന കാണുമ്പോൾ നമുക്കും ഒരു കൊതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.